ഇന്നത്തെ അറിയിപ്പുകൾ. മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ ഇനി വൈദ്യുതി ബില്ല് അടയ്ക്കാം. പേ സ്വിഫ്റ്റ് സംവിധാനം നടപ്പിലാക്കി KSEB. മീറ്റർ റീഡിംഗ് സ്റ്റാഫ് വീട്ടിലെത്തി ഉപഭോക്താവിന്റെ സാന്നിധ്യത്തിൽ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ റീഡറുടെ കയ്യിലുള്ള POS ഉപകരണത്തിലൂടെ ബില്ലടയ്ക്കാനാവുന്നതാണ് സംവിധാനം. പണമടച്ചാൽ അപ്പോൾ തന്നെ രസീതും ലഭിക്കും. ഓൺലൈനായി പിന്നീടും പണമടയ്ക്കാം. ഇപ്പോൾ റീഡിംഗ് കഴിഞ്ഞ് ബില്ല് ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിൽ കയറ്റാൻ 2-3 ദിവസത്തെ കാലതാമസം വരുന്നുണ്ട്. ബില്ല് സിസ്റ്റത്തിൽ കയറിയാലേ ഇപ്പോൾ ബില്ല് അടയ്ക്കാനാവുകയുള്ളൂ. പുതിയ സംവിധാനം നിലവിലാവുന്നതോടെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ POS സംവിധാനത്തിലെ QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവയുപയോഗിച്ചും പണമടയ്ക്കാം. കെൽട്രോണാണ് POS യന്ത്ര സംവിധാനത്തിന്റെ ചുമതലക്കാർ. മീറ്റർ റീഡിംഗിന് POS യന്ത്രം നൽകിയെങ്കിലും അതുവഴി പണമടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല. പുതിയ സംവിധാനമനുസരിച്ചുള്ള പണമടയ്ക്കൽ ആദ്യഘട്ടത്തിൽ എടപ്പാൾ KSEBയിലാണ് നടപ്പാക്കുന്നത്. അടുത്ത മാസത്തോടെ സംസ്ഥാനമാകെ നടപ്പാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക 21-ന് പ്രസിദ്ധീകരിക്കും. തുടർന്ന് 22 മുതൽ 15 ദിവസത്തിനകം പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാം. പുതിയ വോട്ടർമാരെ ചേർക്കാനും താമസം മാറിയവരെയും മരിച്ചവരെയും ഒഴിവാക്കാനും സൗകര്യമുണ്ട്. പഞ്ചായത്തിൽ 1375 വാർഡും മുനിസിപ്പാലിറ്റിയിൽ 128 വാർഡും കോർപ്പറേഷനിൽ 7 വാർഡും വർദ്ധിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞത്ത് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. അസാപ് കേരളയുടെ വിഴിഞ്ഞം പനവിളക്കോട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 19-നാണ് സൗജന്യ തൊഴിൽമേള നടക്കുക. 50 ഒഴിവുകളുമായി വിവിധ കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. ITI പാസ്സായവർക്ക് അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 19-ന് രാവിലെ 10 മണിക്ക് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുമായി പനവിളക്കോട് സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു.